നമസ്കാരം. അല്പം ആട്ടക്കഥയിൽ നിന്ന് തുടങ്ങാം. പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗബന്ധടോ. നളചരിതം ആട്ടക്കഥയിലെ വരിയാണ്. വെള്ളം ഒഴുകിപ്പോയതിനു ശേഷം അണ കെട്ടിയിട്ട് എന്ത് കാര്യം? CPIയെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ ഇടതുപക്ഷത്തിലെ തിരുത്തൽവാദികളാണ് CPIക്കാർ. ഭരണപക്ഷത്തിലായാലും ഇടതുപക്ഷത്തിലായാലും കാര്യങ്ങൾ കുറെയൊക്കെ ശരിയായി ഗ്രഹിച്ച് മനസ്സിലാക്കി ആ രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ എതിർക്കുക എന്നുള്ള കാര്യം CPIയുടെ തനത് ഗുണമാണ്. യഥാർത്ഥ കമ്മ്യൂണിസം സോഷ്യലിസവുമൊക്കെ അവരുടെ നിലപാടിന്റെ ഭാഗങ്ങളാണ്. അവർ ജനങ്ങളോടൊപ്പമാണ് ഈ അവസാന ഘട്ടത്തിലൊഴികെ. വിളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും പന്ന്യൻ രവീന്ദ്രനും കാനം രാജേന്ദ്രനുമൊക്കെ CPI സംസ്ഥാന സെക്രട്ടറിമാരായിരുന്നപ്പോൾ പറയാനുള്ളത് അളന്ന് തൂക്കി കൃത്യമായി CPMന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് തിരുത്തിക്കുന്ന പാർട്ടി. CPMന് എന്തെങ്കിലും അപജയമുണ്ടായാൽ ഇത് യഥാർത്ഥ കമ്മ്യൂണിസവും സോഷ്യലിസവുമല്ല എന്ന് ഉറക്കെ പറഞ്ഞ് തിരുത്തിയിരുന്ന പാർട്ടി. അത് ബിനോയ് വിശ്വത്തിലേക്ക് എത്തിയപ്പോൾ ആ രീതിക്ക് അപജയം സംഭവിച്ചുവെങ്കിൽ അവർ തിരുത്തണം. ചെറിയൊരു തിരുത്ത് വന്നിട്ടുണ്ട്. ആ തിരുത്ത് അല്പം നേരത്തെ ആയിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം ഇത്രയും ഭീകരമായിരിക്കുമായിരുന്നില്ല. അടിസ്ഥാന വർഗത്തെ അവഗണിച്ച്, താഴെത്തട്ടിലുള്ളവരെ അവഗണിച്ച് ഇവിടെ CPMന്റെ ഭരണം മുന്നേറിയപ്പോൾ ഒരു ചെറുവിരൽ അതിനെതിരെ അനക്കാൻ ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞില്ല, CPIക്ക് കഴിഞ്ഞില്ല. ചെറിയൊരു തിരുത്തൽ ശക്തിയെങ്കിലും ആയി മാറിയിരുന്നുവെങ്കിൽ CPIയുടെയും ഇടതുപക്ഷത്തിന്റെയും അല്ലെങ്കിൽ LDFന്റെയും തകർച്ച ഇത്രയും ഭീകരം ആകുമായിരുന്നില്ല. അത് CPIയുടെ താഴെത്തട്ടിലുള്ള അണികൾ തന്നെ പറയുന്ന കാര്യമാണ്. എന്തായാലും ഭരണം കൈവിട്ടപ്പോൾ, തോറ്റപ്പോൾ ഒരു വിചിന്തനം വന്നു, ഒരു പുനർചിന്ത വന്നു. ആ പുനർചിന്തയിൽ തെറ്റുകൾ CPI എങ്കിലും തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം ജനത്തിന് ആശ്വാസമാണ്. കുറഞ്ഞപക്ഷം CPI അണികൾക്കെങ്കിലും നേതാക്കൾ സ്വയം തിരുത്താൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് തന്നെ. കേരളത്തിനെ ആകെ ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളത്തിന്റെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ ആശാസമരത്തെ സർക്കാർ നേരിട്ട രീതി. ആശാവർക്കർമാർ സമൂഹത്തിലെ സാധാരണക്കാരാണ്. അവരോട് കാണിച്ച അനീതി അന്ന് CPIക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും തോറ്റതിന് ശേഷം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. ആശാവർക്കർമാരോട് ഇടതുപക്ഷം കാണിച്ചത് തെറ്റായി പോയി എന്നുറക്കെ പറയുന്നു CPI. തീർച്ചയായും ആ പശ്ചാത്താപം ജനം സ്വീകരിക്കും, തിരിച്ചറിവ് ജനം സ്വീകരിക്കും. തൊഴിലാളി സമരങ്ങളെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതി കമ്മ്യൂണിസത്തിൻ്റെതല്ല എന്ന് ബിനോയ് വിശ്വം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാധാരണ ജനങ്ങളോട് കാണിച്ച ഈ പരിഹാസമാണ് തോൽവിയുടെ ആഴം ഇത്രയധികം വർദ്ധിച്ചത് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശാസമരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ചത്, പാട്ടപറക്കുകൾ എന്ന വാക്കുപയോഗിച്ചത് തെറ്റായി എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങളുടെ മുന്നറിയിപ്പാണ് എന്നും അതിലെ പിഴവുകൾ തിരുത്തി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. എന്നാൽ ആശാസമരത്തിന് സഹായം തേടി CPIയെ സമീപിച്ചപ്പോൾ ബിനോയ് വിശ്വം പരിഗണിച്ചില്ല എന്ന് ആശാസമരസമിതി നേതാവ് മിനി പറയുന്നു. മാത്രവുമല്ല, താൽക്കാലികമായെങ്കിലും ഈ സമരം ഒന്ന് അവസാനിപ്പിക്കുന്നതിനുള്ള വഴി അല്ലെങ്കിൽ നേതൃത്വം CPI ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബിനോയ് വിശ്വം പരിഗണിച്ചില്ല എന്ന് മിനി പറയുന്നു. സമരം താൽക്കാലികമായി ഒത്തുതീർപ്പാക്കാനോ പരിഹരിക്കാനോ വേണ്ടി CPIയെ സമീപിച്ചപ്പോൾ താൻ നിസ്സഹായനാണ് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് എന്ന് മിനി ആരോപിക്കുന്നു. എന്നാൽ ഈ തുറന്നു പറച്ചിൽ CPIയെ ശരിയായ മാർഗത്തിലേക്ക്, ശരിയായ പാതയിലേക്ക് വീണ്ടും കൊണ്ടുവരും എന്ന് വിശ്വസിക്കാനാണ് സമരസമിതിക്ക് എപ്പോഴും ഇഷ്ടം. അതുപോലെ തന്നെ അടിസ്ഥാന വർഗത്തെ ഉപേക്ഷിച്ചതാണ് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിച്ചതാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തോൽക്കാൻ കാരണമെന്ന് CPI തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാട് നീളെ ബാറുകളും ബിവറേജസ് കോർപ്പറേഷനും അനുവദിച്ചപ്പോൾ കള്ളുചെത്ത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സർക്കാർ കണ്ടില്ല എന്ന് നടിച്ചു എന്നാണ് CPIയുടെ ആരോപണം. ബാറുകളുടെ എണ്ണം കൂട്ടിയപ്പോൾ കള്ളുഷാപ്പുകളുടെ ദൂരപരിധിയുടെ കാര്യത്തിലും
സർക്കാർ പുറംതിരിഞ്ഞു നിന്നു എന്നൊരാരോപണം ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തുണ്ട്. എന്തായാലും CPIയെ സംബന്ധിച്ച് അവർ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എതിർ പാർട്ടിക്കാർ പോലും CPIയെ അംഗീകരിച്ചു കൊണ്ടിരുന്നത്, ആളെണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും. ഇനിയും CPIക്ക് അത് കഴിയണം. കാരണം ജനം പ്രതീക്ഷയോടെ നോക്കുന്ന പാർട്ടികളിൽ CPIയും നിലവിലുണ്ട്. അവർ കുറച്ചുകൂടി തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കരുത്തുള്ളവരാകണം. അല്ലാതെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ നിസ്സഹായരായി പോകരുത്. നിസ്സഹായരായി പോയാൽ ഇത് തന്നെയാകും അവസ്ഥ. കഴിവുള്ളവന്റെ ഒരു നിസ്സഹായതയും ജനം അംഗീകരിക്കില്ല. അധികാരത്തിന്റെ നിസ്സഹായതയെ ജനം വച്ചുപറപ്പിക്കില്ല. കാരണം ജനത്തിന് നീതി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ CPIക്കും അതിന്റെ ദോഷം സംഭവിച്ചത്. ഭരണപക്ഷത്തായിരിക്കുമ്പോൾ ഭരണത്തിൽ ശക്തമായി ഇടപെടുന്ന പാർട്ടിയായിരുന്നു CPI. പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും അതുപോലെ തന്നെ ഭരണകക്ഷിക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയുന്ന തലയെടുപ്പുള്ള പാർട്ടി. ഇനിയും CPIക്ക് അതിന് കഴിയണം. ജനങ്ങൾക്ക് വേണ്ടി, സംസ്ഥാനത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.